ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്നുള്ളത് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതിനെ ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയ സമ്മ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ഫങ്ഷൻ വെച്ച് ചെയ്യുന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഫങ്ഷൻ്റെ 4 ഡിഫറെൻറ്റ് യൂസേജ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഫങ്ഷന് ആർഗ്യുമെൻറ്റിൻ്റെയും റിട്ടേൺ ടൈപ്പിൻ്റെയും രീതിയിൽ നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതായത് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തും പാസ് ചെയ്യാതെയും, പിന്നെ റിട്ടേൺ ടൈപ്പ് റിട്ടേൺ ചെയ്തും ചെയ്യാതെയും, അങ്ങനെ 4 കോമ്പിനേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഫങ്ഷൻ, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ഫങ്ഷൻ ഒരു പ്രോഗ്രാമിൽ ഒരു സബ് പ്രോഗ്രാമാണെന്ന് പറയാം. അതായത് പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടാസ്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിഫറെൻറ്റ് ഫങ്ഷനാക്കി യൂസ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്കതിനെ കോൾ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതായത് മെയിൻ പ്രോഗ്രാം അതിലാണ് നമ്മൾ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എപ്പോൾ നമുക്ക് ആ ഫങ്ഷൻ്റെ ഒരു ടാസ്ക് ആവശ്യമാണോ അല്ലെങ്കിൽ ആ ഫങ്ഷൻ ആവശ്യമാണോ അപ്പോൾ അതിനെ കോൾ ചെയ്താൽ മതി. അതിന് മുന്നേ റിട്ടേൺ ടൈപ്പും ആർഗ്യുമെൻറ്റും എന്താണെന്ന് നോക്കണം. ഒരു ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമും റൺ ചെയ്യുന്നത് മെയിനിൽ നിന്നുമാണ്. മെയിനിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് ഫങ്ഷനിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് വഴിയാണ് കൊടുക്കുക. അതായത് മെയിനിൽ ഡിക്ലെയർ ചെയ്ത ഒരു വാല്യൂ നമ്മൾക്ക് ഒരു ഫങ്ഷനിൽ അവൈലബിൾ ആവില്ല. അതായത് ആ ഒരു മെയിനിൽ ഡിക്ലെയർ ചെയ്ത ഒരു വാല്യൂ അതിന് മെയിനിൽ മാത്രമേ സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ അത് ഫങ്ഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മെയിനിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ആർഗ്യുമെൻറ്റ് വഴി പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത് ഫങ്ഷൻ നെയിമിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇനി റിട്ടേൺ ടൈപ്പ് അതുപോലെ തന്നെ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻ ബോഡിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുമ്പോൾ, ആ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരുന്നത് എവിടേക്കാണ്, കോൾ ചെയ്തതിന് തൊട്ട് താഴത്തേക്കായിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പാസ് ചെയ്യണം, എന്തെങ്കിലും ഒരു ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം 4 അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കാണാം. അപ്പോൾ ഈ സമ്മ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആദ്യം ഡിക്ലെയർ ചെയ്തു അല്ലേ. അതാണ് ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വോയിഡ് സം ഓഫ്. അതിനെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഡിക്ലെയർ ചെയ്യണം. അത് മെയിനിൻ്റെ പുറത്താവണം, എങ്കിലേ അത് ആ ഫങ്ഷൻ നമുക്ക് എല്ലായിടത്തും കിട്ടുള്ളൂ. ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യണം. അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, റിട്ടേൺ ടൈപ്പ് ഫങ്ഷൻ നെയിം ആൻഡ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് സം എന്ന് പറയുന്ന ഫങ്ഷന് റിട്ടേൺ ടൈപ്പും ഇല്ല, ആർഗ്യുമെൻറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വോയിഡ്, ഒന്നും റിട്ടേൺ ചെയ്യാത്തതിന് നമ്മൾ വോയിഡ് എന്ന് കൊടുക്കണം. വോയിഡ് എന്ന് കൊടുക്കുന്നത് മസ്റ്റായിട്ടും കൊടുക്കണം. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളത് വെറുതെ ഇടാൻ പറ്റില്ല. അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ് ആദ്യം പറയുന്നത്, വോയിഡ്. അതായത് ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തൊന്നും ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇനി ഫങ്ഷൻ നെയിം സം, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കും, ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ ഈ ഫങ്ഷനിൽ റിട്ടേൺ ടൈപ്പും ഇല്ല, ആർഗ്യുമെൻറ്റും ഇല്ല, അത് ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ലാസ്റ്റ് റൗണ്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഡെഫിനിഷൻ, അത് ആ ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് അതാണ് ഡെഫിനിഷനിൽ എഴുതുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, സെമിക്കോളൻ ഒന്നും കൊടുക്കാൻ പാടില്ല ഫങ്ഷന്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് നമ്മളൊന്നും പാസ് ചെയ്തിട്ടില്ല അല്ലേ, ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 2 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻപുട്ട് ചെയ്തു. ഇൻറ്റ് n1 ഇൻറ്റ് n2 എസ് അല്ലേ, 2 നമ്പർ ഇവിടെ, എൻ്റർ 2 നമ്പേഴ്സ് n1 n2 സ്കാൻ ചെയ്തു, സമ്മ് ഇവിടെ കണ്ടു, ഔട്ട്പുട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പം തിരിച്ച് അങ്ങോട്ടേക്കൊന്നും പാസ് ചെയ്യുന്നില്ല, എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയ എല്ലാം ആയി, നമ്മൾ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവരുന്നുമില്ല. ആ കേസാണ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്. ഓക്കെ.